ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അധ്യായം 606. അലക്സിനൊപ്പം ലാവണ്യ. ഹോട്ടൽ മാസ് മെമ്മോറിയലിന്റെ മുന്നിൽ ഗ്ലോബൽ മീഡിയയുടെ നിർമ്മാതാവിനെയൊക്കെ കാത്തു നിൽക്കുകയാണ് സഞ്ജയ് മുഖർജി. തന്നെ ഒരാൾ പറ്റിച്ചതാണെന്ന് സഞ്ജയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും കൃത്യതയിലാണ് വിനോദ് സഞ്ജയോട് സംസാരിച്ചിരുന്നിരുന്നത്. 2 മണിക്കാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കാണാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിലും 1:30 സഞ്ജയ് അവിടെ എത്തിച്ചേർന്നിരുന്നു. എങ്കിലും താൻ വരാൻ ലേറ്റായി പോയിട്ട് ആ ഒരു കൂടിക്കാഴ്ച മുടങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സഞ്ജയ് നേരത്തെ തന്നെ ആ ഒരു ഹോട്ടൽ റൂമിലേക്ക് എത്തിയത്. വിശാലമായിട്ടുള്ള ആ ഒരു ലോബിയിൽ ഒരു വശത്ത് സഞ്ജയ് സക്രിയ ജോസഫ് എന്ന വിനോദിനെ കാത്തു നിൽക്കുന്നു. ഇടയ്ക്കവൻ ഫോണിലേക്കും ആ പ്രൊഡ്യൂസറുടെ കോൾ വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ സമയം മുന്നോട്ടിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് ലാവണ്യ ടാക്സിയിൽ ഒരു ഹോട്ടലിലേക്ക് വന്നു കയറുന്നത്. പക്ഷേ ലാവണ്യക്കിനി മുന്നത്തെ പോലെ അലക്സിന്റെയും തന്റെ ഈ ഒരു കൂടിക്കാഴ്ച അരോചകമാവുന്നത് എന്നുള്ള ആ ഒരു പ്രതീക്ഷയും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി സഞ്ജയ് ഒന്ന് വിളിച്ചു നോക്കാൻ തന്നെ ലാവണ്യ തീരുമാനിച്ചു. എങ്ങാനും അരുണിനോടൊപ്പം ചുറ്റിക്കറങ്ങുന്നത് അന്നത്തെ പോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം കുളമാവുമെന്ന് ലാവണ്യ വിചാരിച്ചു. വീണ്ടും ഒരു കാരണം പറഞ്ഞ് അരുണിനെ നിരാശപ്പെടുത്തിയ തന്നെക്കുറിച്ച് അവൻ മോശമായി ധരിക്കുമെന്ന് ലാവണ്യ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ആരെയും വെറുപ്പിക്കാതെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാമെന്ന് ലാവണ്യ വിചാരിക്കാണ്. അങ്ങനെ ഹാൻഡ് ബാഗിൽ നിന്നും ഫോണെടുത്ത് സഞ്ജയുടെ നമ്പറൊക്കെ ഡയൽ ചെയ്ത് മറുവശത്ത് റിങ് ചെയ്യുന്നതും തുടങ്ങി. പക്ഷേ ഒരു ഭയത്തോടെയാണെങ്കിലും ലാവണ്യ ഒരു ഫോണ് ചെവിയോരം വെച്ച് നിന്നു. അങ്ങനെ ബ്ലോസം മീഡിയയുടെ നിർമ്മാതാവായിരിക്കുമെന്ന് വിചാരിച്ച് സഞ്ജയ് പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കാണ്. അത് ലാവണ്യയുടെ കോളാണെന്ന് കണ്ടതോടെ സഞ്ജയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അപ്പൊ തന്നെ ആ ഒരു കോള് സഞ്ജയ് അറ്റൻഡ് ചെയ്തു. ഹലോ ലാവണ്യ, സഞ്ജയ് ചോദിച്ചു. ഹലോ, സഞ്ജയ് തിരക്കിലാണോ? ഇന്ന് എപ്പോഴെങ്കിലും നമുക്കൊന്ന് കാണാൻ പറ്റുമോ? അന്നത്തെ പദ്ധതി അറിയാൻ വേണ്ടിയിട്ടാണ് ലാവണ്യ സഞ്ജയോട് ചോദിച്ചത്. പക്ഷേ ലാവണ്യ മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുന്നത് സഞ്ജയ് ഇന്ന് തന്നെ കാണാനുള്ള ഒരു ആഗ്രഹമുണ്ടാവരുത് എന്ന് മാത്രമാണ്. അവൻ ഇന്ന് കാണാൻ വന്നു കഴിഞ്ഞാൽ അരുണുമായിട്ടുള്ള ആ ഒരു സമയം അത് ചെലവഴിക്കാൻ ഒരിക്കലും ലാവണ്യക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സഞ്ജയ് ലാവണ്യയോടായിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ ഒട്ടും കഴിയില്ല ലാവണ്യ. ഉച്ചവരെ ഞാൻ നല്ല തിരക്കിലായിരിക്കും. ലാവണ്യ ഉച്ചയ്ക്ക് ശേഷം ഒരു വിദേശ കമ്പനിയുടെ നിർമ്മാതാവുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 മണിക്കാണ് ആ മീറ്റിംഗ് തുടങ്ങുന്നത്. അദ്ദേഹം ഏത് നിമിഷം വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം. മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോൾ കഴിയുമെന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ നാളെ കാണാൻ വരാമെന്ന് പറയും. സഞ്ജയ് വിഷമത്തോടു കൂടിയാണ് ലാവണ്യയോട് അത് പറഞ്ഞത്. അവന്റെ വാക്ക് കേട്ടപ്പോ ലാവണ്യയുടെ സന്തോഷം അടക്കാനായില്ല. സഞ്ജയ്ക്ക് അന്ന് മീറ്റിംഗ് ഉണ്ടായത് എന്തുകൊണ്ട് നന്നായി എന്ന് ലാവണ്യക്ക് തോന്നി. എന്തുകൊണ്ടും അവനോട് കൂടെ താൻ ഷോപ്പിങ്ങിന് പോകുന്ന ആ ഒരു സമയത്ത് മീറ്റിങ്ങിന് പോകുന്ന സഞ്ജയ് ഒരിക്കലും തന്നെ കാണാൻ വരില്ലല്ലോ. അങ്ങനെ കാണാനും കഴിയില്ലല്ലോ എന്നൊരു ആശ്വാസമായിരുന്നു ലാവണ്യക്ക്. ഷോ, അത് കഷ്ടമായി പോയല്ലോ സഞ്ജയ്. എനിക്ക് നിന്നെ കാണണമെന്ന് ഒരുപാടധികം ആഗ്രഹമുണ്ടായിരുന്നു. ഇനിയിപ്പോ സാരമില്ല, നിനക്ക് മീറ്റിംഗ് ഉള്ളത് കൊണ്ടല്ലേ കാണാൻ പറ്റാത്തത്. എന്തായാലും നമുക്ക് നാളെ കാണാം കേട്ടോ. ലാവണ്യ വിഷമത്തോട് അഭിനയിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. നാളെ ഉറപ്പായിട്ട് നമുക്ക് കാണാം. ഇന്ന് ഞാൻ നല്ല ബിസിയായി പോയതുകൊണ്ടാ, അല്ലെങ്കിൽ നിന്നെ കാണാൻ എപ്പോഴേ ഞാൻ ഓടി വന്നേനെ. അവളുടെ വിഷമം നിറഞ്ഞ ആ ഒരു സ്വരമൊക്കെ കേട്ടപ്പോൾ സഞ്ജയ്ക്ക് നിരാശ തോന്നി. എങ്കിൽ ശരി സഞ്ജയ്, നിന്റെ മീറ്റിംഗ് തുടങ്ങാൻ സമയമായല്ലോ. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിട്ടോ, ഞാൻ വരാമെന്നും പറഞ്ഞ് അവൾ ബൈ ബൈ ഒക്കെ പറഞ്ഞു തന്നെ ഫോൺ കട്ട് ചെയ്തു. ശരി, മീറ്റിംഗ് കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് സഞ്ജയ് ഫോൺ കട്ട് ചെയ്യാണ്. സഞ്ജയ് ഫുൾ ബിസി ആയിരിക്കുമെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ലാവണ്യ ഒന്ന് തുള്ളിച്ചാടി സന്തോഷിക്കാൻ തോന്നി. അന്നത്തെ ദിവസം മുഴുവൻ അരുണിനോടൊപ്പം തന്നെ അടിച്ചു പൊളിക്കാമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. സഞ്ജയ് ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ ഒരു 1:30 മണി ആയപ്പോൾ ആ സമയത്ത് തന്നെ അലക്സും വിനോദൊക്കെ ആ ഹോട്ടൽ റൂമിലേക്ക് കയറി വരികയാണ്. ഇരുവരും കാറിനുള്ളിൽ ഇരുന്നു കൊണ്ടാണ് തങ്ങളുടെ പ്ലാനുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അലക്സ്, ഇപ്പോൾ സഞ്ജയ് ഞാൻ വരുന്നത് കാത്ത് ആ ഹോട്ടൽ റൂമിലെ ലോബിയിൽ ഇരിക്കുന്നുണ്ടാവും. നീ അവിടേക്ക് പോകുമ്പോൾ സഞ്ജയ് ലോബിയുടെ ഇടതുവശത്താണോ ഇരിക്കുന്നത് എന്ന് നോക്കണം. പക്ഷേ നീ ഇരിക്കേണ്ടത് വലതുവശത്താണ്. ഇരിക്കുമ്പോൾ വിൻഡോ സീറ്റ് നോക്കി തന്നെ ഇരിക്കണം. ലാവണ്യ വരുന്നത് കണ്ട അപ്പൊ തന്നെ പ്രധാന വാതിലൂടെ അകത്തേക്ക് ചെന്ന് ലാവണ്യെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നീയും ലാവണ്യയും നടുക്ക് തന്നെ പോയിരിക്കണം. നിങ്ങൾ രണ്ടുപേരും അത്രയും ക്ലോസ് ആണെന്നുള്ളത് സഞ്ജയ്ക്ക് തോന്നണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും മീറ്റിങ്ങിനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഞാൻ സഞ്ജയ് വിളിച്ചിട്ട് മീറ്റിംഗ് ക്യാൻസലായി എന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. വിനോദ് പറയുന്നുണ്ട്. അതോടെ അവൻ നിരാശനായി പോവുമല്ലോ.
ഇനി മീറ്റിംഗ് ഉണ്ടാവില്ല എന്നറിയുന്ന സമയത്തിന് അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോവാൻ തുടങ്ങുന്ന സമയത്ത് സഞ്ജയ്ക്ക് നിങ്ങളെ കടന്നു മാത്രമേ പുറത്തേക്ക് പോവാനും പറ്റത്തുള്ളൂ. അവൻ എഴുന്നേറ്റ് പോകുന്ന ആ ഒരു സമയത്ത് ലാവണ്യ നിന്നെയും കെട്ടിപ്പിടിച്ചിരിക്കുന്നത് സഞ്ജയ് നിർബന്ധമായിട്ടും കാണണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവൾ എന്തൊക്കെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും സഞ്ജയ് അതൊന്നും തന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കില്ലല്ലോ. ആത്മവിശ്വാസത്തോടെയൊക്കെ കൂടിയാണ് വിനോദ് അലക്സിനോട് തന്റെ പ്ലാനൊക്കെ പറയുന്നത്. തന്റെ കാമുകിയെ വേറൊരു പുരുഷന്റെ കൂടെ നിൽക്കുന്നത് കാണുന്ന സമയത്ത് തന്നെ വയലന്റ് ആവാതിരുന്നാ മതിയായിരുന്നു. എന്തായാലും നീ പറഞ്ഞതുപോലെ തന്നെ ലാവണ്യെ ഞാൻ സഞ്ജയ്ക്ക് കാണാവുന്ന തരത്തിൽ തന്നെ ലോബിയുടെ മിഡിൽ പോർഷനിൽ തന്നെ ഇരുന്നോളാം. അലക്സ് പറഞ്ഞു. എങ്കിൽ പിന്നെ നീ ആദ്യം ലോബിയിലേക്ക് പോയിക്കോ, ഞാൻ പുറകെ വന്നോളാം, നീ ആരുടെ കണ്ണിലും പെടേണ്ട. തന്റെ കാമുകി വേറൊരുത്തന്റെ കൂടെ ഇരിക്കുന്നത് കാണുമ്പോൾ സഞ്ജയ്ക്ക് ദേഷ്യം വന്ന് നിന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നാ നീ തിരിച്ച് നല്ലോണം അങ്ങ് പെരുമാറിക്കോ എന്നൊക്കെ വിനോദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കിട്ടുന്ന അവസരം പാഴാക്കാനൊന്നും നിൽക്കണ്ട. വിനോദ് പറഞ്ഞത് കേട്ട് അലക്സ് ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഏതായാലും എന്നെ അടിക്കാനൊന്നും വരില്ല, അത്രക്ക് ധൈര്യമൊന്നും സഞ്ജയ്ക്കുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അലക്സ് ചെറു ചിരിയോടുകൂടിയാണ് വിനോദിനെ നോക്കി ഇതൊക്കെ പറയുന്നത്. ഞാനത് വെറുതെ പറഞ്ഞതാടാ, എങ്ങാനും സഞ്ജയ് പെട്ടെന്ന് നിന്നെ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, വിനോദ് കുസൃതിയോട് പറഞ്ഞു. ശരി ശരി. അലക്സ് സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി മുടിയൊക്കെ ഒന്ന് മിനുക്കി പുറപ്പെടാനായി തയ്യാറെടുക്കുകയാണ്. ലാവണ്യ വരാൻ സമയമായിട്ടുണ്ട്, നീ ലോബിയിലേക്ക് വേഗം പോയിക്കോ. തന്റെ വാച്ചിലേക്ക് നോക്കിയിട്ട് വിനോദ് അലക്സിനോട് നിർദ്ദേശിച്ചു. ശരി, ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന സമയത്ത് തന്നെ അലക്സ് വിനോദിനോടായി പറഞ്ഞു. നടക്കാൻ പോകുന്ന കാര്യങ്ങളോർത്ത് രണ്ടുപേരുടെയും മനസ്സിൽ ഏറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പുറത്തൊന്നും തന്നെ പ്രകടിപ്പിച്ചില്ല. ഉച്ചസമയം ഹോട്ടലിന്റെ ലോബിയിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അലക്സ് ജേക്കബ് അങ്ങോട്ടേക്ക് പ്രവേശിച്ച സമയത്ത് തന്നെ മിക്കവരുടെയും നോട്ടം അവനിലേക്ക് തന്നെയായിരുന്നു. അവൻ ചുറ്റിനുമൊന്ന് കണ്ണൊക്കെ ഓടിച്ചിട്ട് ലോബിയുടെ വലതുവശത്തെ തിരക്കൊഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുന്ന സഞ്ജയ് മുഖർജിയെ കണ്ടു. അതോടെ അലക്സ് ഇടതുവശത്തേക്കും പോയി ഒരു സീറ്റിലേക്ക് പോയിരുന്നു. എന്നിട്ട് വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന അലക്സ് ലോബിയുടെ ഇടതുവശത്തേക്ക് പോയിരിക്കുന്നത് സഞ്ജയും ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും ബ്ലോസം മീഡിയയുടെ പ്രൊഡ്യൂസറെ കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അലക്സിന് സഞ്ജയെ അത്ര പ്രാധാന്യമൊന്നും കൊടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഗ്ലോബൽ മീഡിയയുടെ നിർമ്മാതാവ് സക്രിയ ജോസഫ് അത്യാവശ്യം പ്രായമുള്ള ആളാണ്. അയാളുടെ ഫോട്ടോ മുൻപ് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഫോട്ടോ കണ്ടുവെച്ച് സഞ്ജയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ വന്ന ആ ഒരു ചെറുപ്പക്കാരൻ സക്രിയ ആവില്ല എന്നുള്ളത് സഞ്ജയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതിനാൽ അലക്സ് ഇരിക്കുന്ന ഭാഗത്തേക്ക് അവന്റെ നോട്ടം പോയതേയില്ല. ഗ്ലോബൽ മീഡിയയുടെ നല്ല പബ്ലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷോ ആണ് ദ മാൻ ഷോ എന്ന് പറയുന്നത്. ആ പ്രൊഡക്ഷൻ വഴി മലയാളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യൂണിറ്റ് പ്രൊഡക്ഷന് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളത് സഞ്ജയ് ഓർത്തു. ഈ ഷോയിൽ തന്റെ കമ്പനിക്കും കോ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത് മാത്രമാണ് സഞ്ജയുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന. അലക്സിന് തൊട്ടു പിന്നാലെ മുഖത്തൊരു മാസ്കും ധരിച്ച് വിനോദും ലോബിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജയ് ഇരിക്കുന്നതിന് നേരെ എതിർവശത്ത് അങ്ങേയറ്റത്തായിട്ടാണ് വിനോദ് പോയിരിക്കുന്നത്. അവിടെ ഇരുന്ന് നോക്കിയാലും വിനോദിന് സഞ്ജയെ അതുപോലെ തന്നെ അലക്സിനെയും രണ്ടുപേരെയും കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ നിമിഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരെയും എല്ലാവരും അക്ഷമ പ്രകടിപ്പിക്കുകയാണ്. കാരണം സമയം ഒരുപാട് ഇങ്ങനെ വൈകിക്കൊണ്ടേയിരുന്നു. ലാവണ്യ എപ്പോ വരും എന്ന് ആലോചിച്ചിട്ടാണ് അവരിയ്ക്കുന്നത്. വിനോദ്, ലാവണ്യ ഇതുവരെ വന്നില്ലല്ലോ, മണി 2:30 കഴിഞ്ഞു. സഞ്ജയ് ആകെ മുഷിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അലക്സ് ഫോണിലൂടെ വിനോദിനോടായിട്ട് പറഞ്ഞു. ആ അതാ ഞാനും നോക്കുന്നത്, ഇവളെന്താ ഇത്ര താമസിക്കുന്നത്? ഇനിയിപ്പോ ഇവളിങ്ങോട്ടേക്ക് വരില്ലേ? അവൾ വന്നില്ലെങ്കിൽ നമ്മുടെ പ്ലാന് മൊത്തം പൊളിയല്ലോ. വിനോദിന്റെ സ്വരത്തിൽ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചു സമയം കൂടി നമുക്ക് ഇങ്ങനെ തന്നെ കാത്തിരിക്കാമല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നിമിഷങ്ങൾ കൂടി. അങ്ങനെ സമയം അങ്ങനെ 3 മണിയോടുകൂടെ അടുത്ത സമയത്തിന് ഒരു ടാക്സി കാറിൽ നിന്നും ലാവണ്യ ഹോട്ടലിന്റെ മുന്നിലേക്ക് വന്നിറങ്ങി. എടാ, അവള് വന്നടാ, ആവേശം നിറഞ്ഞ സ്വരത്തിൽ അലക്സ് ഫോണിലൂടെ വിനോദിനോട് പറഞ്ഞു. എങ്കിൽ ഇപ്പൊ തന്നെ നീ എൻട്രൻസിലേക്ക് പോയിട്ട് അവളെ വിളിച്ചുകൊണ്ട് വന്ന് സഞ്ജയ്ക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ ഇങ്ങനെ ഇരിക്ക്. വിനോദ് തിടുക്കം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ, ഞാൻ പറയാം, ഞാൻ പോവാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലാവണ്യ വരുന്നത് വളരെയധികം ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന വിനോദിനെയും അലക്സിനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഏതായാലും കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം.